ഇസ്രായേലിൻ്റെ കളി വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇസ്രായേൽ പമ്മി ഇരിക്കുന്നുണ്ടെന്നല്ലാതെ അവർക്ക് അക്രമമില്ലാതെ ഒരു സാഹചര്യത്തിലും ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സമാധാന അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ സുപ്രീം കോടതി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് പ്രകാരം ഈ നെതന്യാഹു കൂട്ടിലടക്കപ്പെടും, ജയിലിലാക്കപ്പെടും. അഥവാ വിചാരണ 3 പ്രമാദമായിട്ടുള്ള കേസിൽ അവിടെ ബാക്കിയുണ്ട്. രണ്ടാമത്, ഈ ഒരു അസമാധാനം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ ജൂതന്മാർക്ക് കൊടുത്ത വാക്കുകളൊക്കെ പാലിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയും അങ്ങനെ ഡിസംബറിലും നവംബറിലുമായിട്ട് നടക്കുന്ന ആ ഒരു വോട്ടെടുപ്പിൽ, ഇലക്ഷനിൽ ഈ കാര്യത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും അവസാനമായിട്ട് ആ പ്രധാനമന്ത്രി സ്ഥാനം പിന്നെ എങ്ങാനും തിരിച്ചു കെട്ടാത്ത രൂപത്തിൽ അടപടലം താഴെ പോവുകയും ചെയ്യും. ഈ 2 പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ഒമാൻ തീരത്ത് ചേർന്ന് പോകുന്ന ഒരു കപ്പലിനെ ആക്രമിച്ചു എന്ന് പറയുമ്പം അത് ഇസ്രായേലല്ലാതെ മറ്റാരാണെന്ന ചോദ്യമാണ് ഈ 2 രീതിക്കും വിലയിരുത്തിക്കൊണ്ട് ലോകത്തെ പല മാധ്യമങ്ങളും ജേർണലിസ്റ്റുകളും എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ ഈ വിഷയത്തെ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ആ വഴിക്കേ വന്നിട്ടില്ല, ഞങ്ങളല്ല ചെയ്യുന്നത്, എപ്പോഴും അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന IRGC ആണ്. ഈ ചോറ് തിന്നുന്ന നല്ല ആഹാരം വഴി കഴിക്കുന്ന ഒരു മനുഷ്യനും കരുതൂല. കാരണം IRGC ആരാണെന്നും ഇസ്രായേൽ ആരാണെന്നും അമേരിക്ക എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയ 3 മാസങ്ങൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇതിലാരാണ് ഇടപെട്ടിട്ടുണ്ടാകുക. ഈ സിംഗപ്പൂരിൻ്റെ പതാകയമേന്തി ആ ഒമാൻ തീരത്തിലൂടെ കടന്നു പോകുന്ന ഒരു കപ്പലിനെ അന്യായമായിട്ട് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ പ്രകോപന പരത എന്ന് ചോദിച്ചാൽ ഇസ്രായേലിന് എങ്ങനെയെങ്കിലും ഒരു പുതിയൊരു സംഘർഷാവസ്ഥ ഇവിടെ ഉണ്ടാക്കണം, മേഖലയിൽ ഉണ്ടാക്കി വെക്കണം. അത് ലൈവായി നിർത്തുന്ന കാലത്തോളം ഇവിടെ ഒരു പ്രശ്നവും നിലനിൽക്കില്ല. കാരണം അവിടെ വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ ആ വലിയ ഒരു പ്രഖ്യാപനം എന്താണ്ടായ ഉത്തരവെന്ത്, അവിടെ വന്നിട്ട് വിചാരണയ്ക്ക് വിധേയനാകണം, അതിൽ വിസ്തരിക്കണം, കാര്യമായിട്ട് അതിനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നതൊക്കെ ഇവിടെ ഒരു ആശങ്ക ഉണ്ടാക്കി വെച്ചാൽ, അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി വെച്ചാൽ അതങ്ങനെ നീട്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇവിടെ ഇങ്ങനൊരു സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നു എന്നുള്ളത് ഇസ്രായേലിന് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തന്നെ ഒരു അറ്റാക്ക് അവിടെ അങ്ങ് നടത്തി. മിസൈലാണെന്നും ഡ്രോണാണെന്നും പറയപ്പെടുന്നു. പക്ഷേ IRGCയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഞങ്ങളാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ IRGC ആണെങ്കിൽ അതങ്ങ് കുറ്റം ഏറ്റെടുക്കും പെട്ടെന്ന്. അവർ ഈ കള്ളന്മാരെ പോലെയല്ല, കൃത്യമായിട്ട് അവർ പറയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളാണ് ചെയ്തതെന്ന് പറയാൻ മടി കാണിക്കാത്ത ആളുകളാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇതുവരെ ഒരു വിശദീകരണം വന്നിട്ടില്ല. ആ വിശദീകരണം വരാത്ത കാലത്തോളം അവർ തന്നെ ഈ പണി എടുത്തത് എന്നുള്ള ലോകത്തെമ്പാടും മൗനമായിട്ട് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇവിടെ ചെറിയൊരു അക്കിടി പറ്റിയത് അല്ലെങ്കിൽ ഒരു അമളി പറ്റിയത് ഇസ്രായേലും അമേരിക്കയും പ്രതിസ്ഥാനത്ത് എപ്പോഴും നിലനിൽക്കുകയാണ് ലോക മനുഷ്യരുടെ മുമ്പിൽ. എന്നാൽ ഇറാൻ ആകട്ടെ സിമ്പതി കൊണ്ട് വിജയിക്കുകയും ചെയ്തു. അഥവാ ഇറാൻ എല്ലാ അർത്ഥത്തിലും അമേരിക്കയോട് സഹവർത്തിത്വത്തിൻ്റെ കവാടം തുറന്നു കൊടുത്തിട്ട് പോലും അങ്ങേയറ്റം ചർച്ച ചെയ്യാമെന്ന് ആഗ്രഹിച്ച് അവർ മുന്നിട്ട് വന്നിട്ടും ഇറാൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഈ 2 രാജ്യങ്ങൾ എന്തിനാണ് അവരെ അന്യായമായിട്ട് ആക്രമിച്ചത്? അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പാത വിട്ടുകളഞ്ഞുകൂടായിരുന്നോ എന്ന ചോദ്യം ആദ്യത്തെ യുദ്ധത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സമയവും അങ്ങനെ തന്നെയാണ് ഇറാനികൾക്ക് വലിയൊരു എന്താ പറയുക ഹാൻഡ് പവർ കിട്ടിയത്. ലോകത്തെല്ലാ വികാരങ്ങളും അനുകൂലമായി ഇറാനും പക്ഷേ പ്രതികൂലമായി ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടായി. ഇനി അതിൽ നിന്നൊരു മോചനം അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടാകണം. ഇത് തുടങ്ങിയത് ഇസ്രായേലാണെന്ന് വരുത്തി തീർക്കണം. അത് വെച്ചിട്ട് വേണം സീസ് ഫെയർ ഇറാൻ ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അറ്റാക്ക് നടത്താൻ തയ്യാറാകേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇത് കാലഘട്ടം അങ്ങേ അറ്റെത്തുന്നതുവരെ ഈ സീസ് ഫെയർ മതിയായിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അമേരിക്കയാണ് ആൾ. അമേരിക്കയും ഇസ്രായേലും ചേർന്നാൽ പെരും എന്ത് കൊള്ളരുതായ്മയും എല്ലാ കൊള്ളകളും നടത്തും എന്നുള്ളത് ഉറപ്പാണ്. ആ ലെവലിലാണ് ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടത് എന്ന് ഒരു വഴിക്ക് സ്ഥിരീകരിക്കാതെ പറയുന്നു. സ്ഥിരീകരണം വരണോ വരണ്ടേ എന്നുള്ളതൊക്കെ ഇസ്രായേൽ മിണ്ടിയാലല്ലേ, ആ സ്ഥിരീകരണം ഇപ്പോഴൊന്നും വരാൻ സാധ്യതയില്ല. ഇസ്രായേൽ ആ വിഷയത്തിൽ മിണ്ടിയിട്ടില്ലെന്ന് മാത്രമല്ല ഇസ്രായേൽ ആ വിവരം തന്നെ അറിയില്ല. അതാ രസം. അവരുടെ മാധ്യമങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുമ്പോൾ ഒരു കഥ എവിടെ എഴുതിയിട്ട് പോലുമില്ല. ഒരു പെട്ടിക്കോളത്തും വാർത്ത എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇസ്രായേൽ ചെയ്തിട്ടില്ല. അവിടെ നിന്ന് മനസ്സിലാക്കാം ഇനിയൊരു അന്യായമായിട്ടൊരു അതിക്രമം കാണിച്ച് അത് ഇറാൻ്റെ തലയിൽ കെട്ടിവെച്ച് ഇനി ആ പേരും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, അറ്റാക്ക് നടത്തണം. അത്രയേ ഉള്ളൂ. ഇവരുടെ ലക്ഷ്യം അതേ ഉള്ളൂ. ഹിലറി ക്ലിൻ്റൺ വരെ പറയാൻ തുടങ്ങിയില്ലേ, നിങ്ങളിന്ന് പൊതുമാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇസ്രായേലിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഇറാനെ തകർക്കണം, ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കണം. അതിൻ്റെ അപ്പുറം ഒരു ലക്ഷ്യമില്ല. ഈ ഗ്രേറ്റർ ഇസ്രായേൽ സ്ഥാപിക്കാൻ എന്തിനാണ് ഇറാനെ തകർക്കുന്നതെന്നൊരു ചോദ്യമുണ്ട്. ഗ്രേറ്റർ ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് ഇറാൻ വരുന്നില്ലല്ലോ, അവിടെയാണ് പോയിൻ്റ് ഉള്ളത്. ഗ്രേറ്റർ ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇറാനികൾക്ക് ദഹിക്കില്ല. അതോടുകൂടെ നമ്മുടെ ഈ ഉള്ള സ്ഥലം തന്നെ പടമായി പോകും. അത് നന്നായിട്ട് ജൂതന്മാർക്കറിയാം. അതുകൊണ്ട് ഈ ഇറാൻ തകർന്ന മാത്രമേ നമ്മൾ ഈ വാക്ക് പ്രയോഗിക്കുള്ളൂ, ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുള്ളൂ. ഞങ്ങളിത് ഗ്രേറ്റർ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു.
കാരണം അത്രമേൽ മുള്ളാൻ പറഞ്ഞ് അവിടെ ഇരുന്ന് മുള്ളുന്ന സൈസിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനെ പേടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം എല്ലാ അവസ്ഥയിലും അമേരിക്കൻ പോലീസ് എന്ന് പറയുന്ന രീതിക്ക് ധാർഷ്ട്യ സ്വഭാവം കാണിച്ചു വന്ന ആൾ 4 ദിവസം കൊണ്ട് ഞങ്ങളിതാ റെജീം ചേഞ്ച് വരുത്തുമെന്ന് പറഞ്ഞ് വന്ന ആൾ ഇപ്പോൾ അവിടെ റെജീം ചേഞ്ച് വന്നു പോകുമോ എന്നുള്ള ബേജാറുകൊണ്ട് ഓടിപ്പോയിക്കാം. ഞങ്ങളില്ലയോ, ഞങ്ങൾക്ക് മതിയായോ എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെയല്ല അവസ്ഥ. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ അക്രമം ആരാണ് നടത്തിയെന്നുള്ളത് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബലപ്പെടുന്ന അഭിപ്രായ പ്രകാരം പറയപ്പെടുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പിന്തുണയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ കേസിനെ നീട്ടി കൊണ്ടുപോകണം എന്നുള്ളത്. ആ കേസിനെ നീട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി വെക്കണം. ആ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി അവസരം കിട്ടുമ്പോഴൊക്കെ ഇസ്രായേൽ അത് പ്രയോഗിക്കുകയും യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് GCC രാജ്യങ്ങളെ പല മേഖലകളിലും ഇടയ്ക്കിടെ ഡ്രോൺ അറ്റാക്ക് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതും ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാനികൾ പറയുന്നുണ്ട് ആ സമയത്തും ഞങ്ങൾ ആയുധങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഞങ്ങളോട് പറയാം. ഓക്കെ, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ അതൊന്നും എടുത്തു കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് ആക്രമിച്ചത് നിങ്ങളാൽ പോറ്റിയെടുക്കുന്ന, നിങ്ങൾ ചോറും ചെലവും കൊടുത്തിട്ട് പോറ്റിയെടുക്കുന്ന നിങ്ങളുടെ IDF അഥവാ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തന്നെയാണ്, അതിലപ്പുറം മറ്റാരുമല്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അരക്ഷിതാവസ്ഥയുടെ പിന്നോട്ടുള്ള പോക്ക് മുന്നോട്ടുള്ള പോക്കെന്ന് വെച്ചാൽ FIFA വേൾഡ് കപ്പ് കഴിയുന്നതുവരെ മെല്ലെ ഇങ്ങനെ തട്ടിമുട്ടിപ്പോകും. FIFA വേൾഡ് കപ്പ് കഴിഞ്ഞ് അതിന് തിരശ്ശീല വീണ് കഴിഞ്ഞാൽ പിന്നെ അവർ വരുന്നത് പല യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചും ഇൻ്റർകോർഡിനൻ്റ് ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അവസാനം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, ഒരു സ്പാർക്ക് ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കും. അതോടുകൂടെ ഇവരുടെ ഹിഡൻ അജണ്ടയിലുള്ള അഥവാ മറഞ്ഞു കിടക്കുന്ന അവരുടെ പദ്ധതിയിലുള്ള ഓരോന്നായിട്ട് ആവനായി എടുത്ത് എഴുതുന്നത് പോലെ ഓരോന്നെടുത്ത് ഇവർ തുടങ്ങും. അതുവരെ നമുക്ക് സമാധാനം ഉണ്ട് എന്ന് പറയാം. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നത് എപ്പോഴെപ്പോഴും കൊട്ടാനുണ്ടായിരുന്ന ചെണ്ട ഉണ്ടായിരുന്നു, അത് ഹിസ്ബുള്ളയാണ്. അതും ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ പറഞ്ഞു നിങ്ങളിനി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ആസകലം ചുട്ടുകരിക്കും, മേഖലനെ ഇല്ലാതാക്കും. അപ്പോൾ ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞു ദയവ് ചെയ്ത് എനക്കെങ്കിലും വേണ്ടി നിങ്ങളൊന്ന് തൽക്കാലം അടങ്ങ്, ഞാനാകെ പെട്ടിരിക്കുകയാണ്, നിങ്ങൾ ഇനിയും പെടാൻ പോകുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാനില്ലാതെ നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ തൽക്കാലം കേൾക്കുക. അങ്ങനെയാണിപ്പോൾ തൽക്കാലം ഹിസ്ബുള്ളക്ക് സമാധാനം കിട്ടിയത്. ഹിസ്ബുള്ളക്ക് സമാധാനം കിട്ടിയെന്ന് മാത്രമല്ല, ലബനനിലെ അവിടെയുള്ള പാർലമെൻറ്റിലെ ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരാൾ പറയുന്നുണ്ട് ഹിസ്ബുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പം ഇറാൻ്റെ വലിയൊരു സഹായം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ആ ഇറാൻ്റെ സഹായം അത്യധികം ഞങ്ങൾ ആസ്വദിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ട് ഇപ്പോഴെങ്ങാനും ഹിസ്ബുള്ള ആ വിഷയത്തിൽ ഇറാനുമായിട്ട് സഹകരിച്ച് ആ ഒരു മേഖലയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അടിമകളായിട്ടോ ഇസ്രായേലിൻ്റെ ബോംബിൽ കൊല്ലപ്പെട്ടവരായിട്ടോ ഞങ്ങൾ ചരിത്രം പറയുമായിരുന്നു. എത്രമേൽ ക്രൂരന്മാരാണ് ഇസ്രായേലെന്ന് അവിടെയുള്ള ക്രിസ്ത്യാനികളിൽപ്പെട്ട ജനങ്ങളുടെ നേതാവായിട്ട് അറിയപ്പെടുന്ന പാർലമെൻറ്റിൽ അംഗമാണ് പറയുന്നത്. എന്നാലും ഈ കാര്യങ്ങളൊക്കെ പറയാൻ അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റു ചിലതൊന്നും നമ്മുടെ രാജ്യത്തിലെ പലർക്കും അറിയാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാത്തിരിക്കാം സിംഗപ്പൂരിൻ്റെ കൊടി നാട്ടിയിട്ടുള്ള ആ കപ്പലിനെ ആരാണ് ആക്രമിച്ചത് എന്ന്. ഇസ്രായേൽ തന്നെ ആയിരിക്കാമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.